Welcome to another class on BTech Mathematics. ഇന്ന് നമ്മൾ GYMAT 301 നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു ലാസ്റ്റ് പോർഷൻ കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയുന്ന കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അതിൻ്റെ ഒരു 4 ടൈപ്പും അതിൽ 1-2 പ്രോബ്ലംസും ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കൺഫോർമൽ മാപ്പിംഗ് എന്നുള്ളതാണ്, അതേപോലെ അതിൻ്റെ ഒരു 4 ടൈപ്പിൻ്റെ എക്സാമ്പിളും പ്രോബ്ലംസും. കൺഫോർമൽ മാപ്പിംഗ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സെഡ് പ്ലെയിനിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരു പ്ലെയിനിൽ നമ്മൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടുപിടിക്കാൻ, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു പ്ലെയിനിലോട്ട് മാറുമ്പോൾ അതിൻ്റെ ഇമേജസിലൊക്കെ വരുന്ന മാറ്റവും കാര്യങ്ങളും. അത് സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ടെലിസ്കോപ്പ് വഴി മറ്റ് സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന രീതിയിൽ ഇവിടത്തേന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഇമേജ് വരും. ആ ഒരു പ്രോസസ്സാണ് സാധാരണ രീതിയിൽ കൺഫോർമൽ മാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത്ര അതിൻ്റെ കൂടുതൽ അപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് അത് ഓരോ സ്ഥലത്തും ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പിങ്ങുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, ഒന്നാമതായിട്ട് വരുന്നത് W = Z². Z² ഒരു Z പ്ലെയിനിൽ നിന്ന് W പ്ലെയിനിലോട്ടുള്ള മാറ്റങ്ങൾ, അതേപോലെ 1/Z ഉണ്ട്, e⁻Z ഉണ്ട്, sin Z ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ Z പ്ലെയിനിൽ നിങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ Z² കേസിൽ Z പ്ലെയിനിൽ നമുക്കറിയാം, ഞാനിവിടെ 2 ആയിട്ട് Z പ്ലെയിനിൽ മോഡ് Z എന്ന് പറഞ്ഞാൽ R നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അതേപോലെ തീറ്റയാണ് നമ്മൾ ആംഗിൾ ആയിട്ട് എടുക്കുക. ഇത് ഡബ്ല്യൂയിലേക്ക് പോകുന്ന സമയത്ത് മോഡ് W ആയിരിക്കും അവിടെ ഉണ്ടാവുക. മോഡ് W സാധാരണ രീതിയിൽ R² ആയിട്ട് വരും, സ്ക്വയർ ആയിട്ട് വരും. തീറ്റ എന്നുള്ളതിന് പകരം അവിടെ അത് 2θ ആയിട്ട് വേണം. അവിടെ നമ്മൾ φ ആയിട്ടാണ് തീറ്റ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട്. ഒരു പ്ലെയിനിൽ നിന്ന് മറ്റൊരു പ്ലെയിനിലേക്ക് പോകുമ്പോൾ മാപ്പിംഗ് വരുന്നുണ്ട്, അതിൽ ചേഞ്ചസും വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ സാധാരണ രീതിയിൽ. അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് ഉണ്ടെങ്കിലും മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ ആറും ഇത് നമ്മൾ ക്യാപിറ്റൽ R കൊണ്ടാണ് സാധാരണ ഡിനോട്ട് ചെയ്യാറുള്ളത്. ക്യാപിറ്റൽ R R² ആവും, φ എന്നുള്ളത് 2θ ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്കറിയാവുന്ന 1-2 കാര്യങ്ങളും കൂടി നിങ്ങളിവിടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് ഇതാണ്, നമുക്കറിയാം W = Z² ആണെങ്കിൽ U ആയിട്ട് വരുന്നത് x² - y² ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. V ആയിട്ട് വരുന്നത് 2xy ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് W = Z² ആണെങ്കിൽ ഈ രീതിയിലാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രൂഫ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എങ്ങോട്ട് മാപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രൂഫ് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ W = നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്കസ് ദ മാപ്പിംഗ് ഓഫ് W = Z² എന്ന രീതിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യും വിയും പറഞ്ഞു. അപ്പോൾ നമ്മൾ x = സം കോൺസ്റ്റന്റ്, നമുക്കറിയാം ഒരു വെർട്ടിക്കൽ ലൈൻ്റെ ഇക്വേഷൻ ആണ്. x = ഒരു കോൺസ്റ്റന്റ് എടുത്താൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? u = c² - y² ആവും. അതേപോലെ v = 2cy ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് വൈയിലോട്ട് മാറ്റാം. വൈയിലോട്ട് മാറ്റുമ്പോൾ v/2c വരും. അതിനെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ u = നമുക്ക് എന്ത് കിട്ടും? c² - v/2c (² എന്ന് കിട്ടും. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇത് v² = -4c² × u - c² എന്നാവും. ഇത് നമുക്കറിയാം, ഇത് പരാബോളയുടെ ഇക്വേഷൻ ആണ്. പരാബോള ഓപ്പൺസ് ടു ദ ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വെർട്ടിക്കൽ ലൈൻസ് നമ്മളിവിടെ എടുത്തത് x = c എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈൻ എടുത്തപ്പം അത് എങ്ങോട്ട് മാപ്പ് ചെയ്തു? അത് Z പ്ലെയിനിൽ നമ്മൾ Z പ്ലെയിനിൽ എക്സും വൈ ആണല്ലോ ഉണ്ടാവുക. x = c എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈൻ എടുത്തു. വെർട്ടിക്കൽ ലൈൻ എടുത്ത സമയത്ത് അത് നമ്മളുടെ UV പ്ലെയിനിൽ W പ്ലെയിനിൽ എങ്ങോട്ട് മാപ്പ് ചെയ്തു? പരാബോള ഓപ്പൺസ് ടു ദ ലെഫ്റ്റ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മറ്റൊന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് y = ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ x = ഒരു കോൺസ്റ്റന്റ് എടുത്ത് y = കോൺസ്റ്റന്റ് എടുത്താൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. v² = 4k² × u + k² എന്ന് കിട്ടും. ഇത് പരാബോള ഓപ്പൺസ് ടു ദ റൈറ്റ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് എങ്ങോട്ട് മാപ്പ് ചെയ്യും? പരാബോള ഓപ്പൺസ് ടു ദ റൈറ്റിലോട്ടും, വെർട്ടിക്കൽ ലൈൻസ് പരാബോള ഓപ്പൺസ് ടു ദ ലെഫ്റ്റിലോട്ടും മാപ്പ് ചെയ്യും. ഞാൻ ഒന്നിവിടെ എഴുതി വെക്കാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് W = Z² കേസിൽ സംഭവിക്കുന്നത്. അതായത് വെർട്ടിക്കൽ ലൈൻസ് രണ്ടും പരാബോള തന്നെയാണ്. പരാബോള ടു ലെഫ്റ്റ്, ഓപ്പൺ ടു ലെഫ്റ്റിലോട്ടും, ഹൊറിസോണ്ടൽ ലൈൻസ്
പരാബോള ഓപ്പൺസ് ടു റൈറ്റിലോട്ടും എന്ത് ചെയ്യും, മാപ്പ് ചെയ്യും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ട് നിങ്ങളൊരു ഗാലക്സിയിൽ നിന്ന് ടെലിസ്കോപ്പ് വെച്ച് മറ്റൊരു ഗാലക്സിയിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഇമേജ് അവിടെ കാണുന്ന പോലെ നമ്മൾ സെഡ് പ്ലെയിനിൽ നിന്നും, സെഡ് പ്ലെയിനിൽ ഉള്ള എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ നമ്മളൊരു എക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ, അതേപോലെ വൈക്ക് പാരലായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് എങ്ങോട്ട് മാപ്പ് ചെയ്യും, പരാബോളയിലോട്ട് മാപ്പ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. അതേപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ y ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൈന് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എക്സിന് പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് മാപ്പ് ചെയ്യും, പരാബോള ടു ലെഫ്റ്റിലോട്ട് ആണെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതാം. ഫസ്റ്റ് ആയിട്ട് ചോദിച്ചിരുന്നു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 ആണെങ്കിൽ, അതേപോലെ 5/6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/3 ആണെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് അന്ന് അവർ ചോദിച്ചിരുന്നത് ഇതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാനാണ്. ഇത് സെഡിലാണ്, കറസ്പോണ്ടിങ് ഡബ്ല്യൂയിൽ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോഡ് സെഡ് മോഡ് ഡബ്ല്യു ആകുന്ന സമയത്ത് ഇതിപ്പോൾ തന്നിട്ടുള്ളത് ഇതിൻ്റെ 6 ആണ്. മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണല്ലോ, 1നും ഇതിനും ഇടയിൽ. അപ്പോൾ മറ്റെന്ത് ചെയ്യണം, ജസ്റ്റ് അതിനൊന്ന് സ്ക്വയർ ചെയ്യണം. 1 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 സ്ക്വയർ വരും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/4. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ദെൻ അതേപോലെ തീറ്റയുടെ കേസിൽ തീറ്റ അവിടെ എത്തുമ്പോൾ 5 ആവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല 2 തീറ്റ ആയിട്ട് മാറും. അപ്പോൾ 2 × π/6, 2 × π/6. അതേപോലെ തന്നെ 2 × π/3 എന്ത് വരും, 5/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 π/3. അപ്പം സെഡിൽ ഉള്ള മാപ്പിങ്ങിൻ്റെ ഇമേജ് അതിൻ്റെ സ്ക്വയർ ആയിട്ട് വരും, മറ്റേത് തീറ്റ 5 ആയിട്ട് മാറും. പിന്നെ ഇവിടെ ചോദിക്കാവുന്ന വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതേപോലെ തന്നെ ഇമേജ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിരുന്നു, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ഇന്റീരിയർ ഓഫ് ദ ട്രയാങ്കിൾ ബൗണ്ടഡ് ബൈ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 0 അതേപോലെ വൈ ഈക്വൽ ടു എക്സ് അണ്ടർ ഡബ്ല്യു ഈക്വൽ ടു z². ഇതിൻ്റെയൊക്കെ ഒരു ഇമേജ് ഇന്റീരിയർ ഓഫ് ദ ട്രയാങ്കിൾ, ഇത് ബൗണ്ട് ചെയ്ത് വരുന്ന ഇന്റീരിയർ ഓഫ് ദ ട്രയാങ്കിളിന്റെ കേസിൽ ചോദിച്ചു. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻസ് നമ്മൾ എഴുതി വെക്കുന്നു. u(x²- y²) ആണ്, v(2xy) ആണ്. നമ്മൾ അതിനൊക്കെ കൃത്യമായിട്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എടുക്കുന്നു x ഈക്വൽ ടു 1. x ഈക്വൽ ടു 1 എടുത്താൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, അതിൽ x ഈക്വൽ ടു c നമുക്കിങ്ങനെ കിട്ടും, v² ഈക്വൽ ടു -4 × u - 1. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ x ഈക്വൽ ടു 1 എടുത്താൽ യെസ്, ഇത് പരാബോളന്റെ ഇക്വേഷൻ ആണ്. ഓപ്പൺസ് ടു ദ ലെഫ്റ്റ് വിത്ത് വെർട്ടെക്സ് 1 0. പരാബോളയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ y ഈക്വൽ ടു 0 ഉണ്ട്. അതും നമ്മൾ, പക്ഷേ y ഈക്വൽ ടു 0 നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് കിട്ടുക u ഈക്വൽ ടു x². നമ്മൾ ആ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താൽ v ഈക്വൽ ടു 0 വരും. കാരണം 0 ആയതുകൊണ്ട്, y 0 ആയതുകൊണ്ട്. നമുക്കറിയാം എന്താണ്, പോസിറ്റീവ് റിയൽ ആക്സിസ് ആണ് ഡബ്ല്യു പ്ലെയിനിൽ. പോസിറ്റീവ് v ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ, നമുക്കറിയാലോ v ഈക്വൽ ടു 0, x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് റിയൽ ആക്സിസ് ആണ് z പ്ലെയിനിൽ. അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ, അപ്പോൾ v ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡബ്ല്യു പ്ലെയിനിലെ പോസിറ്റീവ് റിയൽ ആക്സിസ് ആയിട്ട് വരും. ഇതേപോലെ നമുക്ക് മൂന്നാമത്തതും കൊടുക്കാം. മൂന്നാമതായിട്ട് വരുന്നത് എന്തായിരുന്നു, y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് കൊടുത്താൽ നമുക്കെന്ത് കിട്ടും, u0 കിട്ടും. അതേപോലെ തന്നെ v(2x²) വരും. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതിലുള്ള ഓരോ ഇക്വേഷൻസ് നമ്മളുടെ കറസ്പോണ്ടിങ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇറ്റ് ഈസ് ദ പോസിറ്റീവ് ഇമേജിനറി ആക്സിസ് ഇൻ ദ ഡബ്ല്യു പ്ലെയിൻ. ജസ്റ്റ് നമുക്ക്, അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഓരോന്നിനെയും കറക്റ്റായിട്ട് ആ പ്ലെയിനിൽ എന്തിലോട്ട് മാറുന്നു എന്നുള്ളത് കാണിക്കുക. അതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തത് v ഈക്വൽ ടു 2x², പോസിറ്റീവ് ആണ്, സ്ക്വയർ വരുന്നതുകൊണ്ട് ഇമാജിനറി ആക്സിസ് ഇൻ ദ ഡബ്ല്യു പ്ലെയിൻ. v ആയതുകൊണ്ട് ഇമാജിനറി ആക്സിസ്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു ഓവറോൾ ആയിട്ട് പറഞ്ഞാൽ എങ്ങോട്ട് മാപ്പ് ചെയ്യും, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആ പരാബോള v² ഈക്വൽ ടു -4 × u - 1 മാപ്പ് ചെയ്യും. നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ ആൻസർ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള മാപ്പിംഗ് ആണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ഒന്നുള്ളത് നമുക്ക് w ഈക്വൽ ടു, അടുത്തൊരു പ്ലെയിൻ ആയിട്ട് വരുന്നത് w ഈക്വൽ ടു 1/z. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രണ്ടാമതൊന്നുണ്ട് w ഈക്വൽ ടു 1/z. ഞാനതിൻ്റെ ഇക്വേഷൻസ് മാത്രമേ ഇവിടെ എഴുതി വെക്കണം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. w ഈക്വൽ ടു 1/z വന്നു കഴിഞ്ഞാൽ നമുക്ക് u ഈക്വൽ ടു x/x² + y² ആണ്. അതേപോലെ v എന്ന് പറയുന്നത്
മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. നമ്മുടെ യു വി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഇതിൽ നിന്നും എക്സ് ഈക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ വരും. വൈ ഈക്വൽ ടു മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ വരും. ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടത് ഇവിടെ എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ അതിന്റെ ഇമേജ് കണ്ടുപിടിക്കായിരുന്നു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സിന് പകരം നമുക്ക് യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി എന്ന് വരും. അതായത് യു ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മളിതിനൊന്ന് ജസ്റ്റ് ഇതിനെയും കൂടി ഒന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് വരും, യു സ്ക്വയർ പ്ലസ് യു ബൈ സി ലെസ് ദാൻ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് വരും. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇതിനെയും കൂടി ഇങ്ങോട്ട് എടുത്താൽ മൈനസ് 1 ബൈ സി ഇൻറ്റു യു ലെസ് ദാൻ 0 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ഇമേജ് ആയിട്ട് വരിക. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിത് സർക്കിളിൻ്റെ നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. യുവിൽ തന്നെ എടുത്താൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 2 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2GU പ്ലസ് 2FV പ്ലസ് സം K 0 ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ എന്തായിരിക്കും, സെൻറ്റർ മൈനസ് G മൈനസ് F ആയിരിക്കും. അതേപോലെ റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് G സ്ക്വയർ പ്ലസ് F സ്ക്വയർ മൈനസ് K ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ കേസിൽ. അപ്പോൾ ഇതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സെൻറ്റർ ആയിട്ട് നമുക്ക് വരിക സെൻറ്റർ 1/2C, 0 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ റേഡിയസ് 1/2C വരും. ഇതിനെ ജസ്റ്റ് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. ഇക്വേഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ. അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്, ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ ഇൻ ദ W പ്ലെയിൻ വിത്ത് സെൻറ്റർ 1/2C, 0 ആൻഡ് റേഡിയസ് ഈക്വൽ ടു 1/2C. നിങ്ങൾ ഇത്രയാണെങ്കിലും എഴുതി വെക്കുക കറക്റ്റായിട്ട് എങ്ങോട്ടാണ് അത് പോകുന്നതെന്നുള്ളത്. സർക്കിളാണ്, സർക്കിൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 1/2C, 0 റേഡിയസ് 2C. ഇനി ജസ്റ്റ് ഒന്ന് രണ്ട് മാപ്പിംഗ് ഉള്ളതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു മാപ്പിംഗ് ആണ് W ഈക്വൽ ടു ഇ റൈസ് ടു സെഡ്. ഇ റൈസ് ടു സെഡിൻ്റെ കേസിൽ നമുക്ക് കൂടുതൽ ഇക്വേഷൻസ് ഒന്നുമില്ല. സാധാരണ രീതിയിൽ എക്സ് ഈക്വൽ ടു സി, എക്സ് ഈക്വൽ ടു നിങ്ങളൊരു കോൺസ്റ്റന്റ് എടുത്താൽ അത് വിച്ച് മാപ്സ് ഓൺ ടു ദ സർക്കിൾ മോഡ് ഡബ്ല്യൂയിലോട്ടാണല്ലോ നമ്മൾ പോകുന്നത്, ഇ റൈസ് ടു സി. അതേപോലെ നിങ്ങൾ വൈ ഈക്വൽ ടു സി, അതായത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ എടുത്താൽ അത് മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, ആർഗ്യുമെന്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആർഗ്യുമെന്റ് ഓഫ് W ഈക്വൽ ടു സി ഇലോട്ടാണ്. അതിനങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടത് ഇമേജ് ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അണ്ടർ W ഈക്വൽ ടു ഇ റൈസ് ടു സെഡ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഈക്വൽ ടു സി ആണെങ്കിൽ അത് മാപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക, മോഡ് W ഈക്വൽ ടു ഇ റൈസ് ടു 1. എക്സ് ഈക്വൽ ടു -1 ആണെങ്കിൽ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക, മോഡ് W ഈക്വൽ ടു ഇ റൈസ് ടു -1. അത്രയുള്ള വളരെ സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ നമ്മളുടെ ലാസ്റ്റത്തെ മാപ്പിംഗ് എന്ന് പറയുന്നത് W ഈക്വൽ ടു സൈൻ സെഡ് ആണ്. ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് ഇക്വേഷൻസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സൈൻ സെറ്റിൻ്റെ കേസിൽ നമ്മൾ എക്സ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എടുത്താൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് എവിടെയാണ്, സെഡ് പ്ലെയിനിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യുവിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു സി എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നതായിട്ടാണ് കിട്ടുക, യു സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ സി മൈനസ് വി സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ സി. ഇതിൻ്റെ പ്രൂഫൊന്നും ഞാൻ പറയുന്നില്ല, എങ്ങോട്ടാണ് ജസ്റ്റ് മാപ്പ് ചെയ്യുന്നത് മാത്രമാണ് പറയുന്നത്. കാരണം നമുക്ക് എക്സാമിന് അതേ ആവശ്യമുള്ളൂ, അതിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് എങ്ങോട്ടാണ്, നമുക്കറിയാം ഇതെന്തിൻ്റെ ഇക്വേഷനാണ്, ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ഈക്വൽ ടു സി എടുത്താൽ അത് ഹൈപ്പർബോളയിലോട്ട് മാപ്പ് ചെയ്യും സൈൻ സെറ്റിൻ്റെ കേസിൽ. ഇനി നമ്മൾ വൈ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എടുത്താലോ, വൈ ഈക്വൽ ടു കോൺസ്റ്റന്റ് എടുത്ത ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, യു സ്ക്വയർ ബൈ കോസ് എച്ച് സ്ക്വയർ സി. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഇക്വേഷനാണ്. പ്ലസ് വി സ്ക്വയർ ബൈ സൈൻ എച്ച് സ്ക്വയർ സി. ഇതൊരു എലിപ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പം സൈൻ സെറ്റ് എടുക്കുന്ന കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതൊരു എലിപ്സിലോട്ടും ഒരു
ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതൊരു എലിപ്സിലോട്ടുമാണ് മാപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് കൺഫോർമൽ മാപ്പിംഗ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് സെഡ് പ്ലെയിനിൽ കറസ്പോണ്ടിങ് ആയിട്ട് സെഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ, സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. എക്സ് ആക്സിസും ഉണ്ടാവും, വൈ ആക്സിസും ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡബ്ല്യു പ്ലെയിനിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് 4 രീതിയിൽ. ആദ്യം നമ്മൾ ഡബ്ല്യു ഈക്വൽ ടു സെഡ് സ്ക്വയർ കൺസിഡർ ചെയ്തു. ഡബ്ല്യു ഈക്വൽ ടു സെഡ് സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ മോഡ് സെഡ് ആറായിട്ടുള്ളത് തീറ്റ ആയിട്ടുള്ളൂ, അവിടെ ക്യാപിറ്റൽ ആർ ആയിട്ടും 2θ ആയിട്ട് മാറും. ദെൻ യു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും വി 2xy ആയിട്ട് മാറും. ഇതാണ് യുലും വിയിലും അവിടെ വരുന്ന ഇക്വേഷൻ. അത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. ദെൻ നമ്മൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ദെൻ 1/z എടുത്തു. 1/zൻ്റെ യു വി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ എക്സിന് വൈക്ക് ഇക്വേഷൻ എഴുതി. എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതൊരു സർക്കിളിലോട്ട്, സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഈ 2 ഇക്വേഷൻ നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ മൈനസ് ജി എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ ഉള്ളതാ, യുവിൻ്റെ കൂടെ ഉള്ളതാ. മൈനസ് ജി എന്ത് വരും, -1/c. നമ്മളുടെ ക്വസ്റ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2gൻ്റെ സ്ഥാനത്താണ് എന്തുള്ളത്, -1/c. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ -1/2c, ഒരു മൈനസ് കൂടി വരുമ്പോൾ അത് പ്ലസ് ആവും. അങ്ങനെയാണ് ഇത് 1/2c. പിന്നെ ഇവിടെ എഫ് ഇല്ലാത്തത് കൊണ്ട്, വി ഇല്ലാത്തത് കൊണ്ട് 2f ഉണ്ടാവില്ല. എഫ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ സെൻറ്റർ 1/2c 0, റേഡിയസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/2c കിട്ടും. ദെൻ e റേസ് ടു സെഡ് ഒരു വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അത് e റേസ് ടു സിയിലോട്ട് മാപ്പ് ചെയ്യും. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ അത് ആർഗ്യുമെന്റ് ഓഫ് w ഈക്വൽ ടു സിയിലോട്ട് മാപ്പ് ചെയ്യും. ദെൻ നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈൻ സെഡ് ആണെങ്കിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അത് ഒരു ഹൈപ്പർബോളയിലോട്ടും ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ അതൊരു എലിപ്സിലോട്ടും മാപ്പ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളത്. എക്സാമിന് എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് കൃത്യമായിട്ട് നിങ്ങളോട് പറയും ഏത് മാപ്പിംഗ് ആണ്. നമ്മളിപ്പോൾ 4 ടൈപ്പ് പഠിച്ചാൽ അതിൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് എക്സിലും വൈയിലും ആയിരിക്കും. നിങ്ങളതിനെ എന്തിലോട്ട് മാറ്റണം, കറസ്പോണ്ടിങ് വിയിലോട്ടും മാറ്റണം. അതിൻ്റെ ഒരു ചിത്രം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നമുക്കറിയാമല്ലോ, നമ്മൾ എക്സും വൈയും ഒക്കെ, ഇതാണ് എക്സ്, ഇതാണ് വൈ. ഇതൊരു സെഡ് പ്ലെയിൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സിന് പകരം യുവും വൈക്ക് പകരം വിയും വരും. ആ ഒരു ചേഞ്ചേ ഉള്ളൂ. ഇതൊരു ഡബ്ല്യു പ്ലെയിൻ ആണ്. ഇവിടെ ഇങ്ങോട്ടാണ് മാപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഗാലക്സിയിൽ നിന്ന് മറ്റൊരു ഗാലക്സിയിലേക്ക് ഒരു ടെലിസ്കോപ്പ് വഴി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഇമേജ് ഉണ്ടാവും. ആ കാര്യങ്ങളാണ് കൺഫോർമൽ മാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് 4 w ഈക്വൽ ടു സെഡ് സ്ക്വയർ, 1/z, e റേസ് ടു സെഡ്, സൈൻ സെഡ്, കൃത്യമായിട്ട് അതിൻ്റെ സെഡ് പ്ലെയിനും w പ്ലെയിനും എന്താണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.